അങ്ങനെ രാവിലെ 4:30 എന്താ ഞങ്ങൾ വാഗമണ്ണിലോട്ട് പോവുകയാണ്. അപ്പോൾ നേരെ കട്ടക്കാലിൽ ചെന്നിട്ടാണ് നമ്മൾ പോകുന്നത്. കട്ടക്കാലി എന്ന് പറഞ്ഞാൽ കിളിമാനൂർ. അവിടെ ദാണ്ടേ ബസ് വന്നിട്ടുണ്ട്. എല്ലാവരും സീറ്റിലിരുന്ന് കുഞ്ഞമ്മമാരും ചേട്ടന്മാരും കുഞ്ഞനിയന്മാരും അനിയത്തിമാരും മക്കളും എല്ലാവരും കുറച്ച് നേരം ഒന്ന് മയങ്ങിയേ. അതിനുശേഷം ഒന്ന് പുലർച്ചെ ആയപ്പോഴത്തേക്ക് ഇപ്പോൾ കോടമഞ്ഞൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആർക്കും ഇരിക്കാൻ വയ്യ. എല്ലാവരും പാട്ടിട്ടപ്പോഴത്തേക്ക് ഡാൻസ് തുടങ്ങി. അനന്തോ, ഉണ്ണി, കണ്ണൻ, അപ്പു, പിന്നെ സനൂപണൻ, ചേട്ടൻ, പിന്നെ പിള്ളേർ സെറ്റ് 3 പേരും, സ്നേഹ, അമ്മു, എനിക്ക് തോന്നുന്നു ഗോകുല് മാത്രമേ ഉള്ളൂ ബസ്സിൽ നിന്ന് കളിക്കാഞ്ഞത്. ഗോകുലെന്ന് പറയുന്നത് നമ്മുടെ അമ്മുക്കുട്ടിയുടെ ഹസ്ബൻഡാണേ. ഇതിൻ്റെ അവസാനം ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഭാഗം മാത്രം. അത് ആ ഗോകുലും അമ്മും കൂടാണ് ക്രിയേറ്റ് ചെയ്ത്. അവർക്ക് അടിപൊളിയായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അറിയാവേ. ഫാമിലിയുമായിട്ട് ഒത്തുപോയപ്പോഴത്തേക്ക് സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല കേട്ടോ, ഈ ഡാൻസും പാട്ടും എല്ലാം ആയപ്പോഴത്തേക്ക്. അടുത്തതായിട്ട് ഇതാ നമ്മുടെ സുധകുഞ്ഞമ്മയാണ് ഡാൻസ് കളിക്കാനായിട്ട് ഇറങ്ങിയത്. സുധകുഞ്ഞമ്മ എന്ന് പറയുന്നത് നമ്മുടെ ബി കൊച്ചപ്പൻ്റെ ഭാര്യയാണ്. കുഞ്ഞമ്മയുടെ 2 മക്കളാണ് സ്നേഹയും അനന്തവും. ഇതാണ് കണ്ണനൊരു കല്യാണ ചെറുക്കനാണ്. അവന്റെ ഫിയാൻസിയുടെ പേര് കാവ്യ എന്നാണ്. അടുത്ത വർഷം ഏപ്രിലിന് അവന്റെ കല്യാണമാണ്. പിന്നീട് ഇതാണ്ട് കണ്ണന്റെ അനിയനാണ് ഈ കണ്ണാടി വെച്ച ഉണ്ണി, മറ്റേത് അനന്തു. അങ്ങനെ എല്ലാവരും ഡാൻസ് കളിച്ച് കുഴഞ്ഞപ്പോഴത്തേക്ക് ഒരു കാട് പോലുള്ള സ്ഥലത്ത് എല്ലാവരും ഒന്ന് വിശ്രമിക്കാൻ ഇറങ്ങി. അതിനുശേഷം നമ്മളിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഏതോ ഒരു ഹോട്ടലിന്റെ പേരൊക്കെ ഞാനങ്ങ് മറന്നുപോയെ. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിലെത്തി നേരെ ഇവിടെ കണ്ണാടി പാലത്തിലോട്ടാണ് പോകുന്നത്. താണ്ടെ അമ്മുവും താ പോകുന്നു, സ്നേഹക്കുട്ടിയും താ പോകുന്നു. പിന്നീട് അശ്വതിയുണ്ട്, സുധകുഞ്ഞമ്മയുണ്ട്. പിന്നീട് അതാണ് ഗോകുലാണ് അമ്മുവിൻ്റെ ഹസ്ബൻഡ് എന്ന് ഞാൻ പറഞ്ഞത്. കുറേ നടക്കാനുണ്ട് കേട്ടോ. കുഞ്ഞമ്മമാരും ചേട്ടനും ഒക്കെ പോവുകയാണ്. നല്ല വെയിലായിരുന്നു. അങ്ങനെ 10 മിനിറ്റാണ് നമുക്ക് കണ്ണാടി പാലത്തിലോട്ട് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ നല്ല ക്യൂ ഒക്കെ നിന്ന് വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ നേരെ കണ്ണാടി പാലത്തിലോട്ട് പോവുകയാണ്. ഇവിടെ ഇന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ തന്നെയാണ്. കുറച്ച് പേർക്കൊക്കെ ചെറിയ പേടിയുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നേ. താഴെന്ന് പറയുന്നത് ചെറിയൊരു ചാല് പോലെ ഉണ്ട്. ചാലെന്ന് പറയുന്നത് എന്താണ്, ഒരു വെള്ളം പോകുന്ന ഒരു സ്ഥലം പോലെ. പിന്നീട് എല്ലാം പാറയാണ്. ഈ പേടിയുള്ളവരാരും തറയിലോട്ട് നോക്കാതിരുന്നാൽ മതി. നേരെ അങ്ങ് നടന്നങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു പേടിയും കാണത്തില്ല. പിന്നീട് പാലത്തിന് ചെറിയൊരു കുലുക്കം പോലെ ഉണ്ട്. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? എന്നും പറഞ്ഞാൽ അത് കാറ്റ് വരുമ്പോൾ ഇങ്ങനെ നാടുന്നേ, അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ അനന്തവും സുധകുഞ്ഞമ്മയും കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ വരുവാണേ. പിന്നീട് എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങി. നമ്മൾ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത്. പക്ഷെ താഴോട്ട് നോക്കുമ്പോഴേ ഉള്ളു പേടി. ആരൊക്കെയോ നിന്ന് കരയുന്നു. കൊച്ചുപിള്ളേരെ ഭയങ്കരമായിട്ട് നിന്ന് നിലവിളിക്കുന്നുണ്ട് താഴോട്ട് നോക്കുമ്പം തന്നെ. താഴോട്ട് നോക്കിയില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, നമ്മൾ നേരെ അങ്ങ് നടന്നങ്ങ് പോവാം. പിന്നീട് ഈ ആട്ടം വരുമ്പോഴുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ താഴോട്ടൊക്കെ നോക്കി. പക്ഷെ എനിക്ക് വലിയ പേടിയൊന്നും വന്നിട്ടില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ആ വ്യൂ അതും ഒക്കെ. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ ആരും ഒന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ലേ. പിന്നീട് അവർ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചേക്ക് എനിക്ക് കുറച്ച് ഫോട്ടോ എടുക്കാനുണ്ട്, വീഡിയോസ് 1 മിനിറ്റ് എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓക്കെ എന്ന്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നീട് ആരൊക്കെയോ വന്ന് എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പവും കണ്ണനും ഉണ്ണിയൊക്കെ ആണെന്ന് തോന്നുന്നു. അവരൊക്കെയാണ് എനിക്ക് കുറച്ചൊക്കെ എടുത്ത് തന്നെ. തോന്നുന്നു അമ്മണിക്കുഞ്ഞമ്മയ്ക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞമ്മ തറയിലോട്ടൊക്കെ നോക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. സുമക്കുഞ്ഞമ്മയ്ക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നോ എന്നൊരു സംശയം. ഞങ്ങൾ ഇറങ്ങിയിട്ട് വേണം അടുത്തുള്ളവർക്ക് കയറാനായിട്ട്. പിന്നീട് അശ്വത കേബിൾ റോപ്പ് റൈഡറിനകത്ത് കയറിയിരിക്കുകയാണ്. ഇതെനിക്ക് കയറാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ആരാണ്ട് പറഞ്ഞ് ഇതിനകത്ത് ഞാൻ കയറിയ പൊട്ടി വീഴും ഈ വെയിറ്റ് കൊണ്ടെന്ന്. അപ്പോൾ അത് തുരുമ്പിച്ചൊക്കെ ഇരിക്കുന്നു. അത് കണ്ടുകൊണ്ട് ഞാൻ പേടിച്ച് കയറിയില്ല. ഉണ്ണിയും കണ്ണനും ഗോകുലും ഒക്കെ കയറിയിട്ടുണ്ട്. അവരിനി ആ വഴി വന്നോളൂ. ഞാനും പിള്ളേരും എല്ലാവരും കൂടെ വേറൊരു വഴി കൂടെ ഐസ്ക്രീമും തിന്നിങ്ങി പോരുന്നു. പിന്നീട് ഞങ്ങൾ ടാബോർ ഹിൽ റിസോർട്ടിലാണ് ബുക്ക് ചെയ്തത്. സനൂപണ്ണൻ മിക്കപ്പോഴും പോകുന്ന റിസോർട്ടാണ്. അങ്ങനെ സനൂപണ്ണനാണ് ഇത് സജസ്റ്റ് ചെയ്തത്. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു. സർവീസസ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല വ്യൂ ആയിരുന്നേ. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട്. ലെയർ എന്ന് ഉദ്ദേശിച്ച തട്ടായിട്ടാണ് 3 തട്ടായിട്ടാണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. നല്ല പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട്. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ കോട ഇറങ്ങാൻ തുടങ്ങി. അത്ര വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു, എന്നാലും ചെറിയ രീതിയിൽ. ഈ റിസോർട്ടിന്റെ താഴത്തെ വ്യൂ ആണ് ഇത്. ഏറ്റവും താഴെയായിട്ട് 3ാമത്തെ തട്ടിലായിട്ടാണ് പൂള്. രായശ്രീ കുഞ്ഞമ്മ പൂവും ചെടിയൊക്കെ നോക്കി ഇറങ്ങിയതാണ്. ടാബോർ റിസോർട്ട് എന്ന് എഴുതിയത് തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി നമുക്ക് റിസോർട്ടിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി വെക്കാം. ആദ്യം തന്നെ ചെല്ലുന്നത് റിസപ്ഷൻ ഏരിയ ആണ്. നല്ല സെറ്റിയൊക്കെ ഇട്ട് 2 ആനകളെയൊക്കെ വെച്ച് ഒരു അടിപൊളി രാജാവിൻ്റെ പോലത്തുള്ള കസേരയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഇട്ടേക്കുന്നത്. പിന്നീട് ചെല്ലുന്നതെന്ന് പറയുന്നത് സ്ത്രീകളെ കൈയടക്കിയ സ്ഥലമാണ്. നമുക്ക് മേളിലായിരുന്നു ഇഷ്ടപ്പെട്ടത്. പിന്നെ കുഞ്ഞമ്മമാർക്കൊക്കെ കയറാൻ പാടുള്ളവരുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ മേളിലോട്ട് കയറിയില്ല. അപ്പോൾ ഈ ഹാളിനോട് ചേർന്നുള്ള റൂം കുഞ്ഞമ്മമാർ
കുഞ്ഞമ്മമാർ കൈയടക്കി അവരൊക്കെ ഡ്രസ്സ് മാറുക നേരെ പൂളിലോട്ട് പോകണ്ടായി. അവിടെ ഡബിൾ കോട്ടും ഒരു സിംഗിൾ കോട്ടും ആണ് കിടക്കുന്നത്. പിന്നീട് വരുന്നത് എന്ന് പറയുന്ന മറ്റൊരു ഹാളിലേക്കാണ്. അവിടെ ഒരു ഡബിൾ കോട്ട് കിടപ്പുണ്ട്. അതിനുശേഷം വേറൊരു ബെഡ്റൂമിലായിട്ടാണ് അതും ഡബിൾ കോട്ടും സിംഗിൾ കോട്ടും കിടപ്പുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും. അതിനുശേഷം നല്ലൊരു വരാന്ത പോലാണ്. നേരെ വലിയൊരു വാഷ് ബേസിനും അതിന് ശേഷം അത് ചേർന്ന് തന്നെ ഒരു വലിയൊരു മിററും ഇരിപ്പുണ്ട്. പിന്നീട് ഈ ജനലിൽ കൂടെ കാണുന്ന വ്യൂ അടിപൊളിയാണ്. കണ്ണാടി കാണുമ്പോൾ സ്ത്രീകൾക്ക് ചുമ്മാങ്കിലും ഒന്നും ഒരുക്കാൻ തോന്നുമല്ല, അങ്ങനെ ഒരുങ്ങിയതാണ്. ഇനി അതിന് ശേഷം നമുക്ക് മേളിലത്തെ റൂമിലോട്ട് കയറാം. അങ്ങനെ പുരുഷന്മാരുടെ സാമ്രാജ്യത്തിലോട്ട് നമ്മൾ കയറുകയാണ്. അപ്പോൾ ആദ്യം തന്നെ താണ്ടെ അപ്പോൾ അവിടെ വയ്ക്കുന്നേ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരെങ്കിലും ഡ്രസ്സ് മാറുവാണോ അല്ലയോ ആണെന്ന്. അപ്പോൾ പറഞ്ഞില്ല ചേച്ചി ബാ എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ മേളിലത്തെ റൂം കാണിക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ പക്ഷെ നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അവരാരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. ദാണ്ടെ ഗൂഗിൾ ഇതാ പോകുന്നു. പിന്നീട് താഴത്തെ കണക്ക് തന്നെ മേളിലും, പക്ഷേ ഇത്തിരി കൂടെ ഒരു സൗകര്യം മേളിൽ കൂടുതലാണ്. ഹാളൊക്കെ ഒന്ന് ഇത്തിരി കൂടെ വലുതാണ് കേട്ടോ. ഇവരുടെ ഹാളിൽ നിന്ന് നോക്കുമ്പം പൂളൊക്കെ ഇന്ന് കാണാം. പിന്നീട് ദാണ്ടേ അവരുടെ അലക്കുലത്ത് അത്ര നമ്മുടെ താഴത്തെ അത്ര അലക്കുലത്തായിട്ട് ഇട്ടിട്ടില്ലേ. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിച്ച് ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ കാര്യം കണ്ടത്. ആരോ ഒരാൾ ആ കർട്ടന്റെ മറവിൽ ഒളിച്ചിരിക്കുന്നത്, എന്നെ കണ്ടോണ്ട് ഒളിച്ചിരിക്കുന്നത് ആരാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ. എന്തായാലും ചേട്ടന്റെ കാലുകളല്ല, ആരായാലും ഒളിച്ചു നിന്ന ആൾക്ക് മാത്രമേ അത് ആരാണെന്ന് അറിയത്തുള്ളൂ. പിന്നീട് അപ്പു എൻ്റെ അടുത്ത് പറഞ്ഞു ബായിച്ച് ഒരു കാര്യം കാണിക്കാമെന്നും പറഞ്ഞ് അവൻ എന്നെ ഏറ്റവും മേളിൽ ടെറസിന്റെ മണ്ടയ്ക്ക് കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോൾ അടിപൊളി വ്യൂ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നീട് അപ്പു പറഞ്ഞു ബാ നമുക്ക് വീഡിയോ സെൽഫി ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല ഭംഗി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഫോണിലായതുകൊണ്ട് ഒന്നും കൊള്ളത്തേ ഇല്ല, ചേട്ടൻ്റെ ഫോണിലായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കാണാനെന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പിന്നീട് ഞങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞ് എന്തിനാണെന്നറിയാം നേരെ പൂളിലോട്ട് പോകാനാണ്. അങ്ങനെ അമ്മാളുവിനെയും സ്വാതിയെയും പിന്നെ കാർത്തിയും കൂടെ അവർ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇറങ്ങിയ കുഞ്ഞമ്മമാരെല്ലാവരും വെള്ളത്തിലുണ്ടേ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞങ്ങളെല്ലാവരും ബ്ലാക്ക് ടീഷർട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോഴാണ് ഞങ്ങളൊരു കാഴ്ച കണ്ടോ സുമ കുഞ്ഞമ്മ വെള്ളത്തിൻ്റെ മേളിൽ പൊങ്ങി കിടക്കുന്നത്. നമ്മളിങ്ങനെ പോകുമ്പോഴാണ് ഓരോരുത്തർക്ക് എത്രത്തോളം കഴിവുകളുണ്ടെന്ന് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഇത് കണ്ടോ, എന്നെയും സ്നേഹയും കൂടെ അപ്പു വലിച്ചുകൊണ്ട് പോവുകയാണ്. എനിക്കറിയാം നമ്മളെ വെള്ളത്തിൽ മുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന്. അങ്ങനെ കുറേ നേരം അതിനൊക്കെ വഴക്കിട്ട് ഞങ്ങൾ മൂലയിൽ ചെന്ന് നിന്ന്. പിന്നീട് ഇതാണ്ട് നല്ല കോട ഇറങ്ങി, എന്നിട്ട് നല്ല മിന്നലും ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾ വകവെക്കാതെ റീൽസ് ചെയ്യുവാണ്. അങ്ങനെ കുറേ ടേക്ക് എടുത്ത് ഇങ്ങനെ ഇതേപോലെ ഒരാൾ ചാടുമ്പോൾ ഒരാൾ ചാടത്തില്ല, പിന്നീട് വേറെ ആൾ ചാടും. എന്തായാലും നല്ല രസമായിരുന്നു. പിന്നീട് ഒരുപാട് ഗെയിംസ് ഞങ്ങൾ പൂളിൽ കിടന്ന് കളിച്ച്, പക്ഷെ നല്ല അടിപൊളിയായിരുന്നേ. ഇനി അടുത്തതായിട്ട് ക്യാമ്പ് ഫയർ ആണ്. ഒരു സൈഡ് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നേ. അപ്പോൾ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ എത്തുന്നത് ചേട്ടനാണ്. അവരുടെയൊക്കെ കുടുംബങ്ങളാണ് ഇതെല്ലാം. എനിക്കൊരു മോളേ ഉള്ളൂ, നൂപുരയാണ് മോളുടെ പേര്. പാട്ടാ എന്മേൽ വിഴുந்த മഴത്തുള്ളിയെ ഇത്തനെ നാളായി എങ്കിരുந்தாய் ഇன்று എഴുതിയ എൻ കവിയെ ഇത്തനെ നാളായി എങ്കിരുந்தாய் എന്നെ എഴുതിയ പൂങ്കാற்றേ ഇത്തനെ നാളായി എങ്കിരുந்தாய் என் மயக்கிய மெல்லிசையே இத்தனை நாளா எங்கிருந்தாய் உடம்பில் உறங்கின்ற ஓர் உயிர் போ உனக்குள் தானே நான் இருந்தாய் என் மேல் விழுந்த மழத்துளியே இத்தனை நாளா எங்கிருந்தாய் என்று எழுதிய என் கவியே இத்தனை நாளாய்
യു. അടുത്തായിട്ട് അമ്മാളുവിൻ്റെ ഒരു സ്റ്റോറിയാണ്. The monkey picked piece to make it equal. The other bigger piece to make it equal. Bit by bit, the full bread it went away happily. The poor cats lost the bread. Moral: we must learn to share what we have. Thank you. ഇനി അശ്വതിയുടെ ഒരു പാട്ടാണ്. കനവായി മിഴികളിൽ മനസ്സിൻ മടിയിലെ മാന്തളിരേ മയങ്ങൂ മണിക്കൂറുന്നേ കനവായി മിഴികളിൽ കഴുകാം ഇനി അതിനുശേഷം സ്വാതിയും അമ്മാളും. ഇനി അമ്മാളു പിന്നെ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആർക്കും കൊടുക്കത്തില്ലല്ലോ. പിന്നീട് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് സോങ് ആണ്. അടുത്തതായി അമ്മാളും കാർത്തിയും സ്വാതിയും കൂടെ ചേർന്ന് പാടുന്നത്. ടൂണൊക്കെ പിന്നെ അമ്മാളും അങ്ങ് ഇട്ടോണം. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് ഇനി നമുക്ക് പാർട്ട് 2 രണ്ടാം